ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിശിഷ്ടമായ ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ ഉണ്ട് ഇതിനകത്ത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് അത് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരാളുടെ ഒരു അഭ്യർത്ഥന മൂലമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു നോക്കണം. അപ്പൊ പാചകമാണ് മെയിൻ കേട്ടോ. പാചകമുണ്ട് എല്ലാം ഉണ്ട്. ടിപ്സ് ഞാൻ നാളെ കാണിക്കത്തുള്ളൂ. ഞാൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വീഡിയോയില്. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇന്നത്തെ വീഡിയോ മുടക്കരുതേ, തീർച്ചയായിട്ടും കാണണേ. ഇതുപോലെ ചേന ഇങ്ങനെ അരിയണം. എന്നിട്ട് ചീനച്ചട്ടിക്കകത്തിട്ട് വേവിച്ച് വെള്ളമൊന്നും ഊറ്റി ഒഴിക്കണ്ട, വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ സവാളയും ചുമന്ന മുളകും അല്ല മുളക് പൊടി ആയാലും മതി ഇട്ട് വേവിച്ച് ഇളക്കി നല്ലപോലെ മൂപ്പിച്ച് എടുക്കണം. ഞാൻ അമ്മയ്ക്ക് ചേന മെഴുക്കോട്ടി വെക്കാൻ കൊടുത്തു. കാരണം രാജീവ് പ്രകാശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ കൊണ്ടൊരു ഇത് വെപ്പിക്കണം, ഒരു വെജിറ്റബിൾ കറി എന്തെങ്കിലും വെപ്പിക്കണം. ചേന മെഴുക്കോട്ടി വെക്കാൻ പോവുകയാണ്. ചേന ചീനച്ചട്ടിയിൽ വെള്ളം ഒഴിച്ച് ചേന അതിനകത്തോട്ട് ഇടുക. വെള്ളമാണോ ഒഴിച്ചേ? വെള്ളമില്ല, വെളിച്ചെണ്ണ ഒഴിച്ച്. പണ്ടൊക്കെ വെള്ളം ഒഴിക്കുമായിരുന്നു കേട്ടോ. എന്റെയൊക്കെ കാലത്ത് കുറെ വെള്ളം ഒഴിച്ചിട്ടാ വെക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഇല്ല. ചേന ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കൊച്ചു ഉള്ളി ഉണ്ടായിരുന്നു, എനിക്ക് മടിയായിരുന്നു ഒഴിക്കാൻ. അപ്പൊ സവാള എടുത്ത് 5-6 കഷ്ണമാക്കി അവള് മിക്സിക്കകത്തിട്ട് ചതച്ച് തന്നു. അതും കൂടെ ഇട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് അടച്ചവിടെ വെക്കുക. ഉപ്പും കൂടി ഇട്ട് അടച്ചവിടെ വെക്കുക. വെച്ചിട്ട് പണ്ടൊക്കെ എന്റെയൊക്കെ കാലത്തുണ്ടല്ലോ, ഞാൻ നല്ലൊരു പാചകക്കാരത്തിയായിരുന്നു കേട്ടോ. നല്ലൊരു പാചകക്കാരത്തിയായിരുന്നു. എൻ്റെ അമ്മായിയമ്മ ഒരു നല്ലൊരു പാചകക്കാരത്തിയായിരുന്നു. ഉപ്പിട്ടു കണ്ടോ, ഉപ്പിട്ടു. ഇനി ഇച്ചിരി മുളക് പൊടി, മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടു. ഇനി നമ്മുടെ ഉള്ളി ചതച്ചത് അതിടുക. മിക്സിക്കകത്ത് അവള് ചതച്ച് വെച്ചു. അപ്പം എനിക്ക് പണ്ടൊക്കെ എനിക്ക് മിക്സിയൊക്കെ എടുക്കാത്ത കാരണം എനിക്ക് പരിചയമില്ല. എല്ലാം മോളാണ് എടുക്കുന്നതേ, അതുകൊണ്ട് അറിയത്തില്ല. മിക്സിയിലൊന്നും ഞാൻ ചെയ്യത്തില്ല. അവളെല്ലാം അടുപ്പിച്ച് തരും. ഞാൻ അവളെ അടുപ്പ് മൂട്ടി നിൽക്കുന്നത്. ബാക്കിയുള്ള ജോലികൾ ഇന്ന് നമ്മുടെ രാജീവ് പ്രകാശ് പറഞ്ഞു അമ്മയെ കൊണ്ടൊരെണ്ണം വെപ്പിക്കണം. അപ്പൊ അതിന്റെ ആഗ്രഹം സാധിച്ചു. അപ്പൊ അതിനോട് പറ രാജി, ചേന മെഴുക്കോട്ട് വെക്കുന്ന വിധം കണ്ടോ? ചേന അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, സവാള ചതച്ചതിനകത്ത് ഇടുക, പിന്നെ മുളക് പൊടി ഇടുക, ഉപ്പിടുക, എന്നിട്ട് അടച്ചവിടണം. ചെറിയൊരു കറി അമ്മയ്ക്ക് പറ്റത്തുള്ളൂ. അതാണ് കറി എനിക്ക് പറ്റത്തുള്ളൂ. അതാണ് മെഴുക്കോട്ടി. പ്രായമൊക്കെ കഴിഞ്ഞു പോയി. കണ്ടോ, സൈഡിലോട്ട് നിൽക്കുകയാണ്, ഞാൻ ഇങ്ങനെ പിടിക്കാം. ഉള്ളി അതിനകത്ത് ഇട്ടു. തീ കുറച്ചിടണേ, തീരെ ചെറുതായിട്ടിടണം. ഗ്യാസിലെ തീ ചെറുതായിട്ടിട്ട് അവിടെ ഇളക്കി തടച്ച് അവിടെ ഇടണം. ഇളക്കുക കേട്ടോ. ചേനയിട്ട് എല്ലാം ഇട്ടു. ഉപ്പും ഉള്ളി മുളക് പൊടി എല്ലാം ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച്. വെള്ളം ഒഴിക്കണ്ട. പണ്ടൊക്കെ എന്തൊക്കെ കാലത്ത് വെള്ളമൊക്കെ ഒഴിക്കുമായിരുന്നു. ഇപ്പൊ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഞാൻ നല്ല പാചകക്കാരത്തിയായിരുന്നു കേട്ടോ. എൻ്റെ പാചകത്തിനൊക്കെ കണ്ണ് കിട്ടിയതാ. അവിയലിനും ഒക്കെ കണ്ണ് കിട്ടിയതാ. ഇപ്പൊ എനിക്ക് വയ്യ, പ്രായമായില്ലേ. ഇപ്പൊ ഞാനങ്ങനെ ഒന്നും ചെയ്യാറില്ല. വല്ലതൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ കൊടുക്കും. അവർക്ക് അത്രയേ ഉള്ളൂ. അരിഞ്ഞു കൊടുക്കും, പെരയൊക്കെ തൂക്കും, വിളക്ക് തേക്കും, ഇതൊക്കെ ചെയ്യും. അപ്പൊ കണ്ടോ,
ഇനി വേഗത്തെ വെന്തിട്ട് കാണാം. നല്ലപോലെ വെന്തതിന് ശേഷം ഇളക്കിയിടുക. എന്നിട്ട് നമുക്ക് കാണാം. ഒരു 3-4 പ്രാവശ്യം മൂക്കുന്നവരെ നമ്മൾ അല്ല വെന്തിട്ട് കാണണ്ടേ? വെന്തിട്ട് കാണാം. ഇളക്കി ഇട്ടിട്ടിട്ട് ഇത് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നല്ലപോലെ നിരത്തി അവിടെ ഇടണം. അപ്പോൾ നിരത്തി ഇട്ടാലും നമ്മൾ 3-4 പ്രാവശ്യം ഇളക്കണേ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും ചേന. വെച്ച് നോക്കണേ. ഇടയ്ക്കിടെ ഇളക്കിയാ വരുന്നു കേട്ടോ. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അങ്ങനെ നിർത്തിയേക്കാം. മൂത്തു ഇങ്ങനെയാണ് ചേന മെഴുക്ക് വരട്ടി. എല്ലാവരും വെച്ച് പോകണം. നല്ലപോലെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിലുണ്ടല്ലോ ചൂട് കരിഞ്ഞു പോകും ചീനച്ചട്ടികൾ. അപ്പൊ ചേന മെഴുക്കോട്ട് കഴിഞ്ഞോ? അപ്പൊ ചേന മെഴുക്കോട്ട് കഴിഞ്ഞല്ലോ. ഇതെല്ലാം വെക്കുമ്പോ ഞാൻ കാണിക്കാം കേട്ടോ. ഇനി വല്ലതും വെക്കുമ്പോ ഞാൻ കാണിക്കാം. അപ്പൊ രാവിലെ പുളിയെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ജയ എത്തി വെക്കുന്നു. അപ്പം ഞാൻ മത്തിയൊക്കെ വെട്ടിയിട്ടാട്ടോ കുളിച്ചത്. മത്തിക്ക് പിന്നെ ഇന്നത്തെ ഒരു കുക്കറി ഷോ ആരായിരുന്നറിയാം? നമ്മുടെ അമ്മ. നമ്മുടെ ഒരു കുട്ടി പറഞ്ഞിരുന്നു, മിനി പ്രകാശ് എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പേര്. അപ്പം പറഞ്ഞിരുന്നു അമ്മയെ കൊണ്ട് കുക്കറി ഷോ ചെയ്യിക്കണം. അമ്മയെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ എൻ്റെ അതോ ഗതിയ. കാരണം വേറെ ഒന്നും അല്ല കേട്ടോ. ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാം കേട്ടോ. പതുക്കെ ആണെങ്കിലും എല്ലാവരും സാധിച്ചു തരാം. അതുകൊണ്ടാണ് ഇന്ന് തന്നെ അപ്പം ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് പറ്റുന്ന ഒരു കറിയാണല്ലോ ചേന മെഴുക്ക് വരട്ടി. ഒത്തിരി പുറകെ ഞാൻ നടക്കണ്ടല്ലോ. അപ്പൊ അമ്മയ്ക്ക് എല്ലാം അറിയാം. അമ്മയല്ലേ നമ്മളെല്ലാവരും പഠിപ്പിച്ച. പക്ഷെ പ്രായമൊക്കെ ആയില്ല. അപ്പൊ ഇപ്പൊ എവിടെ പൊടികളൊക്കെ ഇരിക്കുന്നത്? മുളക് പൊടിക്ക് പോയാലും ചിക്കൻ മസാലപ്പൊടി ഇട്ടാത്ത അവസ്ഥ നോക്കി. അത് പിന്നെ സഹിക്കാൻ ചേന മെഴുക്കോട്ടേക്കാകുമ്പല്ലേ. അങ്ങനെ അമ്മ മുട്ടിക്കോ കേട്ടോ. ഒന്ന് ചെയ്യിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ അമ്മയെ കൊണ്ട്. അപ്പൊ അമ്മ ദാ മെഴുക്കോട്ടയൊക്കെ വെച്ചതാ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നീ വേണേ എടുത്തു വെച്ചോ എന്നുള്ള മുട്ടിലാണ് വെച്ചേക്കുന്നത്. ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ നമ്മുടെ അമ്മമാരല്ലേ. അപ്പം ഞാനിപ്പം കുളി കഴിഞ്ഞിട്ടാണ്, അല്ല മീൻ വെട്ടിയിട്ട് കുളിക്കാമെന്നും പറഞ്ഞ് ദാ മത്തി ഒരു സെക്ഷൻ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് കുറച്ച് ഈ കുഞ്ഞിക്ക ചട്ടിയിലോട്ട് എടുത്ത് മാറ്റണം. അതായത് വറുത്തരച്ച് വെക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പൊ എനിക്കും ഇഷ്ടമാണ്. ചേട്ടന് മാങ്ങ കിട്ടും. അപ്പൊ മാങ്ങ നല്ല ചേട്ടൻ വന്നില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. വന്നപ്പോ ഇഷ്ടംമാതിരി മാങ്ങ അമ്മക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. പുളിയ മാങ്ങയാണ്. ഇപ്പഴ വേണ്ട പുളി വന്നില്ലെങ്കിൽ എല്ലാവർക്കും അസുഖമായിട്ടോ. സ്വാദുമുകളത്തിന് കുഴപ്പമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മഴ തകർത്തു പെയ്യുന്നുണ്ട്. ഞാൻ ഓർത്തിന് നിങ്ങളെ എനിക്ക് കാണാൻ പറ്റത്തില്ലയോ എന്ന്. കാരണം എന്നാന്നറിയാവോ? പറഞ്ഞു തരാം. അപ്പൊ ഈ മീനിന്റെ കുറച്ച് ഇങ്ങോട്ട് ഇടാവേ. നമുക്ക് വറുത്തരച്ച് വെക്കുന്ന കൂട്ടത്തിൽ ഓക്കെ വെച്ചു. അപ്പൊ വറുത്തരച്ച് വെക്കുന്നതിനകത്ത് നമ്മുടെ കുടംപുളി, കിടങ്ങറ കുടംപുളി രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അടിച്ചെടുത്തോണ്ട് വരുന്നല്ല, അവൾ തരുന്നതാണ്. അവൾ ആത്മാർത്ഥമായിട്ട് തരുന്ന കുടംപുളിയാണ്. അതിനെ നമുക്ക് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. പച്ചയ്ക്ക് വെക്കുന്ന കറിക്കകത്തോട്ട് നമ്മൾ മാങ്ങായും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. കറിവേപ്പില വേണ്ടേ? കറിവേപ്പില വെച്ചിട്ടുണ്ട് ഇവിടെ. കറിവേപ്പില നോക്കിയെല്ലാം വെച്ചേക്കുന്ന കറിവേപ്പില, കഴുകി വെച്ചേക്കുന്ന കറിവേപ്പില 2 സെക്ഷനിലോട്ടും കറിവേപ്പില അങ്ങോട്ട് ഇട്ടു. കറിവേപ്പില നമുക്ക് ഏറെ ഇട്ട് കൊടുക്കാം. അടിപൊളിയാട്ടോ. അതൊന്ന് ഇട്ട് കൊടുത്തു. എല്ലാവർക്കും മുട്ട കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എല്ലാവർക്കും മത്തിക്കകത്ത് മുട്ട കിട്ടുന്നുണ്ടല്ലോ. എനിക്കും കിട്ടി മുട്ട. അന്നേരം പറഞ്ഞുതരാം പതുക്കെ വരട്ടെ ഞാൻ. എന്നിട്ട് ഈ മീൻ കറി ഇങ്ങോട്ട് പുരട്ടി വെച്ചിട്ട് പറഞ്ഞാൽ പോരെ. ഇത് തേങ്ങ അരച്ച് പച്ചയ്ക്ക് വെക്കും. പച്ചയ്ക്കെന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച് 100 പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതുകൊണ്ട് പറയണ്ടല്ലോ. ഇനി മാങ്ങായ്ക്കകത്തുള്ള കറിക്കകത്തോട്ടെ ഇടുന്നത് തേങ്ങ, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇച്ചിരി ഏറെ. ഇവിടെ പിരിയമുളകിന്റെ വാങ്ങിക്കുന്നത്. മല്ലിപ്പൊടിയാണ് ചേർക്കത്തില്ലേ. ചിലവര് മല്ലിപ്പൊടി ചേർക്കും കേട്ടോ. ചുമന്നുള്ളി എല്ലാം കൂടെ നന്നായിട്ട് അരച്ചിട്ടുള്ള കറിയാണ് ഇത്. ഇവിടെ വെള്ളം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തൊന്നും എനിക്ക് പോകാൻ മനസ്സില്ല. അതുകൊണ്ട് വെള്ളം എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് അങ്ങോട്ട് ചേർക്കാം. ഉപ്പിടാം. ഉപ്പിട്ട് ഇത് കഴുകിയിട്ട് വേണം അടുത്ത പൊട്ടിച്ചിടാൻ. അതാണ് ഇത് കഴുകാത്തത്. ഇതിനകത്തെ തൂത്ത് നമുക്ക് എടുക്കാം. അങ്ങനെ ഉപ്പിട്ട് കുറച്ചുപ്പിട്ട് കൊടുക്കാവേ. പാക്കറ്റ് എടുക്കാം. അല്ലാത്ത തികയത്തില്ല. അപ്പൊ ഇന്ന് മഴയാണ്ട് കഴുകാൻ പറ്റത്തില്ല.
ഭയങ്കര മഴ നടക്കുമല്ലോ, അതുകൊണ്ട് കഴിയുന്നില്ല. ഇപ്പൊ തൽക്കാലം ഇതിരിക്കട്ടെ. ഉപ്പിട്ട് നമുക്ക് അങ്ങോട്ട് ഇവരെ അങ്ങോട്ട് ഓണാക്കാം, ഇളക്കി കൊടുക്കാം. തവി വെച്ച് ഇളക്കുവാണെന്നുണ്ടെങ്കിൽ കൈ കഴുകണ്ടല്ലോ, കൈ കഴുകാനുള്ള വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കറി അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഇത് അടയ്ക്കാവേ, ഇപ്പൊ അടയ്ക്കണ്ടല്ലോ, ഇച്ചിടെ കൈ നമുക്ക് അടയ്ക്കാം. ഇനി മറ്റേ കറി വറുത്തരച്ച് വെക്കുന്നതിനകത്ത് കുടംപുളി ഇട്ടിട്ടുണ്ട്. ഇതാ മല്ലിപ്പൊടി, മുളക് പൊടി, ശരി കുരുമുളക്, ചുമന്നുള്ളി, എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അനത്തിയിട്ട് നമ്മുടെ ഈ കുഞ്ഞിക്ക ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ അച്ഛൻ കഴിക്കാവേ, കാണത്തില്ലല്ലേ, കഴിക്കാം. അതിനകത്തോട്ട് ഒഴിച്ച് ഇതിനും വെള്ളം എടുത്തൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇത്തിരി വെള്ളമായാലും കൊള്ളത്തില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് അങ്ങോട്ടിരിക്കും. ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അവനെ ഒന്ന് ഇളക്കി ഉപ്പും ചേർത്ത് നമുക്ക് അങ്ങോട്ട് വെച്ചേക്കാവേ. ചൂടില്ല, കൊണ്ട് മാറ്റിയിട്ട് വേറെ പാത്രത്തിലാക്കണ്ടേ. കുക്കറിഷ കഴിഞ്ഞിട്ട് ഒരാൾ പോയി പിന്നെ ഇത് പേപ്പർ വായിക്കുന്നു. ആ ചേനമെഴുക്കോട്ട് എടുത്ത് വേറെ വെച്ചില്ല, വെച്ചു. ഇനി നമുക്ക് ശകലം മത്തി എടുത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. മുട്ടയുണ്ട്. നമുക്ക് ഇച്ചിരി ഉപ്പുപൊടി എടുത്ത് പൊട്ടിക്കട്ടെ. ഉപ്പുപൊടി എടുക്കാൻ പോയതാ. അപ്പൊ അവര് വിചാരിച്ച എന്നെ കാണുന്നില്ല. ഉപ്പുപൊടി നമുക്ക് ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. ഇച്ചിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കഴിവുണ്ട്. മതി, പിന്നെ വേണം ചേർക്കാം. ഇത് വെച്ചിരിക്കട്ടെ, പേടിപ്പിക്കട്ടെ. പിന്നെ നമ്മുടെ മത്തി കൂടെ ഒന്ന് പെരട്ടിയിട്ട് വരാം. അപ്പൊ ഞാൻ എൻ്റെ മുടിയൊക്കെ റെഡിയാക്കിയിട്ട് വന്നു കേട്ടോ. ഞാൻ സിറം ഇന്ന് മുഖത്തിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം പറഞ്ഞില്ലേ ഒത്തിരി വ്യത്യാസം, ഭയങ്കര സന്തോഷമായി കേട്ടോ. സത്യമാണ് മക്കളെ പറയുന്നത്. ആ നമുക്ക് എന്താണല്ലേ ഈ മീൻ്റെ ഇവിടെ അടച്ചങ്ങ് വെച്ചേക്കാം. ഇന്നാള് കടുവ് പൊട്ടിത്തെറിച്ച് എൻ്റെ മുഖത്ത് പാട് വീണിട്ടുണ്ട്. അല്ല പാടൊന്നും ഇല്ലാത്ത പോലെ അല്ലേ, നെയ്യല്ല പറഞ്ഞേ. ഞാൻ ഇവിടുത്തെ പാട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ, കടുവ് പൊട്ടിത്തെറിച്ചതാ. പിന്നെ അപ്പൊ 2-3 അടുപ്പരും വെച്ചു. ഇതേല് മീൻ വറുത്ത് വെച്ചു, വറുക്കാൻ വെച്ചു, വറുത്തരച്ച കറിയിലേ വെച്ചു, ഇതേ പച്ചക്കരച്ചത് വെച്ചു. ഇനി ചേന മെഴുക്കോട്ടി എടുത്ത് നമുക്കൊരു ഇതിനകത്തോട്ടിടാം. പിന്നെ ഞാൻ പറഞ്ഞ കഥ പറഞ്ഞില്ലല്ലോ, മീനെ മത്തി വെട്ടിക്കൊണ്ടിരുന്നപ്പോ ഇന്ന് ഭയങ്കര കാറ്റൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാറ്റ് ഭയങ്കര കാറ്റ്, മനസ്സിലാവേ. അവിടെ നിങ്ങൾക്കൊക്കെ കാറ്റുണ്ട്, എന്നാലും നമുക്കൊന്നുകൂടെ പേടി വരും. ആറൊക്കെ കിടക്കുമ്പോഴത്തേക്കും ആറ്റുമാരി കൂടെ ഭയങ്കര കാറ്റാ ഇവിടെ. നമ്മുടെ ഈ ചിമ്മിനിയുടെ ഇതിൻ്റെ ഇടയിൽ കാണാം നല്ല കാറ്റ് നടക്കുക, മഴയുണ്ട്. അന്നേരം ഉണ്ടല്ലോ ഞാൻ വെട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ടൊരു കാറ്റ് വെട്ടിക്കൊണ്ടിരിക്കുക. ചേട്ടൻ പറഞ്ഞ അകത്തിരുന്ന് വെട്ടിയാൽ മതി എന്തിനാ. ഞാൻ പറഞ്ഞു പിന്നെയും പണിയെ ഇവിടെയൊക്കെ തെറിച്ചു. ഈ മത്തിക്കൊക്കെ ഇങ്ങനെ വെട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ പുറയുന്നുണ്ടല്ലോ, അതിൻ്റെ മറ്റേ ഭാഗത്തുനിന്ന് പറയണ്ടേ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചീറ്റും. അപ്പം നമ്മൾ ഇങ്ങോട്ട് തെറിച്ചു. പിന്നെ ഇരട്ടിപ്പണിയില്ല, അതും ഭയങ്കര നാട്ടില്ലേ മത്തിക്ക്, തുളുമ്പൊന്നുമില്ല മുട്ടയുള്ളതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പുറത്തിരുന്ന് വെട്ടിക്കോളാന്ന് പറഞ്ഞ് വലിയ ഗമയെ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കാറ്റ് വന്നു. ഞാൻ ഓർത്തു നിങ്ങളുടെ ജയ എടുത്ത് പൊക്കി എടുത്തുകൊണ്ട് മണ്ടേ കൊണ്ടിരുന്നിട്ട് ആകാശത്ത് ചെന്ന് നിന്നിട്ട് ഒതുക്കോന്നും പറഞ്ഞ് എന്നെ കൊണ്ട് തട്ടിയിടുമെന്ന്. പിന്നെ നിങ്ങൾ എന്നെ കാണുന്ന ഒരു കാർത്തിക നക്ഷത്രമായിട്ട് ആകാശത്തൊരു കോണില് ഒരു കാർത്തിക നക്ഷത്രം കാണാം. അത് നിങ്ങളുടെ ജയായിരിക്കുമെന്ന് നിങ്ങൾ ഓർത്തോണം. അങ്ങനെ എങ്ങാനും പൊക്കിയെടുത്തോണ്ട് പോയിരുന്നെങ്കിൽ കേട്ടോ. എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ. ഇനി കാറ്റ് സത്യം പറയാം. പിന്നെ എനിക്ക് ഇച്ചിരി വെയിറ്റ് ഉണ്ടല്ലോ, വെയിറ്റ് ഉള്ളതുകൊണ്ട് പൊക്കിയെടുക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. ഇട്ടിട്ട് പോയി.
പിന്നെ മട്ടൻ ചുറ്റി അങ്ങ് പോയി. അപ്പുറത്തെ വാഴ ഏതാണ്ടൊക്കെ കുറെ വേറെ പറമ്പിലെയൊക്കെ കൊണ്ട് തട്ടി താഴെ ഇട്ടു. എന്നെ വേണ്ടെന്ന് വെച്ചു. അല്ലെങ്കിൽ ആകാശത്ത് ചെന്നേന്. എന്നാ പറയാനാ, അത്ര കാറ്റായിരുന്നു. നമ്മുടെ എല്ലാവർക്കും ഇപ്പൊ ഇത് തന്നെയല്ലേ അല്ലേ? എല്ലാവർക്കും ഇപ്പൊ കാറ്റും മഴയും എല്ലാമാണ്. നമ്മളൊരു പാത്രം എടുത്തിട്ടേ ഇതിനെയും കൂടെ അങ്ങോട്ട് ചേനമെഴുക്കോട്ടയും കൂടെ നമുക്ക് അങ്ങോട്ട് ഇതാക്കിയത്. പിന്നെ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് പുതിയൊരു ടിപ്സ് ചുളിവിന്റെ ഒക്കെ പറയാന്നല്ലേ. ഒരു സൂപ്പറാണ്, ഒരാഴ്ചക്കുള്ളിൽ വ്യത്യാസം അറിയാന്നാ പറഞ്ഞേക്കുന്ന ആ ടിപ്സ്. പക്ഷെ അത് ഇന്ന് കാണിക്കാൻ പറ്റില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാ. ഞാൻ ഇന്നലത്തെ ടിപ്സ് അടുപ്പിച്ചൊക്കെ ടിപ്സ് കാണിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സൈനസിന്റെ അസുഖം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു വേദന ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ആവി അടിച്ചാൽ അത് പൊക്കോളൂ. ഞാൻ പറഞ്ഞ ആവി മുരിങ്ങയിലെ കല്ലുപ്പും കൂടെ കേട്ടോ. എല്ലാവരും അത് നോക്കണേ. ശരിക്കും അത് നന്നായിട്ട് എനിക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെയാണ് കേട്ടോ. അന്നേരം ഇനിയിപ്പോ ആ മുഖം വീണ്ടും നമ്മള് എന്ത് സാധനം, തൈരൊക്കെ ഭയങ്കര തണുപ്പാ കേട്ടോ മുഖത്ത് ഇടുന്നൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. ഞാനിങ്ങനെ വെളുക്കാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ ആരോഗ്യം നോക്കിയിട്ട് എല്ലാം ചെയ്യാവുള്ളൂ കേട്ടോ. ആഴ്ചയിൽ ഒന്നൊക്കെ ഉപയോഗിച്ചാൽ മതി. 2-3 ദിവസം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണേലും ചെയ്യുന്നതിന് ഒരു ദോഷമില്ല തോന്നും കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിച്ചല്ല ഓരോ ടിപ്സ് കാണിക്കുന്നില്ലേ, അതിന്റെ ആയിരിക്കും. അപ്പൊ തണുപ്പും കൂടെ ഭയങ്കര മഴ നടക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇന്നത്തേക്ക് നമുക്ക് പാചകം മതി. അതാണ് അമ്മയെക്കൊണ്ട് പാചകം ചെയ്തത്. പാചകം മതി. നാളെ ആണേലും നമുക്ക് വെയിലാണെങ്കിൽ നാളെ ആണേലും പിന്നെ മുഖത്തിന്റെ വേല മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ആണേലും നമുക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് എനിക്ക് മഴ ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ബാങ്കിലൊന്ന് പോകണമെന്നുണ്ട്. കാരണം നമുക്ക് എല്ലാ മാസവും ഇപ്പം വരുന്നുണ്ടല്ലോ യൂട്യൂബിൻ്റെ പൈസ. അപ്പോൾ ഈ മാസത്തെ എന്താണെന്ന് അറിയത്തില്ല. ഇച്ചിരി അവരവിടുന്ന് വിട്ടിട്ടുണ്ട്, നമ്മുടെ അമ്മാവൻ അവിടുന്ന് വിട്ടിട്ടുണ്ട്, സെൻഡും ചെയ്തു. ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് ആയില്ല. അപ്പോൾ ഒന്ന് അന്വേഷിക്കണ്ടേ, നമ്മൾ എന്ത് കഷ്ടപ്പെടുന്ന നമ്മളല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണ്ടേ. അപ്പം മഴ ആയതുകൊണ്ട് ഇങ്ങനെ അമാന്തിച്ച് നിൽക്കുവാണ്. വിളിച്ച് ചോദിച്ചിട്ട് മാഡത്തിനൊന്നും മനസ്സിലാകുന്നില്ല. മാഡം പറഞ്ഞു 25-ാം തീയതി ഒന്ന് സെൻഡായിട്ട്, അവർ 22-ാം തീയതി വിട്ടതാ. അപ്പം പിന്നെ നമ്മൾ അറിയണ്ടേ. ഇനി ഓരോ പ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും പെൻഡിങ് വന്ന് നമുക്ക് അതിനെക്കുറിച്ച് ചോയ്സൊക്കെ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് മീനൊക്കെ എല്ലാം ഉണ്ടോ എന്ന് നോക്കാം. വെള്ളത്തിനകത്ത് 2 സ്പൂൺ ഇട്ട് വെച്ചേക്കാം. ഒന്ന് പതുക്കെ ഇതാക്കി കൊടുക്കാം. മഴയാണെങ്കിൽ ഇച്ചിരി സൗണ്ട് ഉറക്കെ പറയുക കേട്ടോ. ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആരോ വന്ന് കീ കൊളിമ്പൽ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരാളിവിടെ കുക്കറി ഷോയൊക്കെ കഴിഞ്ഞിട്ട് ഭാഗവതല്ലേ വായിക്കുന്നത്, കുക്കറി ഷോ ഒക്കെ കഴിഞ്ഞല്ലേ വെച്ചിട്ട് വന്ന് ഭാഗവതം വായിക്കാം. വായിച്ചോടെ ഇരുന്നു കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നത് ആരാ വന്നതെന്നറിയാം. ഇപ്പം ചേട്ടൻ്റെ RC ബുക്കിൻ്റെ ഒരെണ്ണം വന്നതായിരുന്നു. നോക്കിക്കേ, ഭയങ്കര മഴ നടക്കുവാണേ. കണ്ടോ എങ്ങനെ തൂത്തിട്ട മിറ്റാന്നറിയാം. രാവിലെ എല്ലാം ഒരു പരുവായിട്ട് കിടക്കുവാണ്. നമ്മുടെ കാറിന് സർവീസിങ്ങിനും കൊടുത്ത് വേറെ എന്തോ ചെയ്യാൻ വേണ്ടി പിള്ളേർക്ക് ഏതാണ്ട് കണാകുണൊക്കെ ചെയ്യുമല്ലോ കാറേൽ. എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുവാണ്, കൊണ്ടുപോയേക്കുവാണ്. ഉണ്ടോ ഭയങ്കര മഴയാണ്. ഇന്നത്തേക്ക് മിക്കവാറും വെള്ളത്തിന് ഇച്ചിരി ഉച്ച കഴിയുമ്പോൾ കലക്കൽ തുടങ്ങുമായിരിക്കും. അക്കരെയൊക്കെ കണ്ടോ നല്ലതായിട്ട് തെളിഞ്ഞു. കണ്ടോ, നമുക്ക് അടുക്കള നമ്മുടെ മീൻ നോക്കണ്ടേ, നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. നോക്കിയപ്പോൾ ദാ നമ്മുടെ മോഹനൻ ചേട്ടൻ ദാ വഴി കൂടെ നടന്നു വരുന്നുണ്ട്. അതെ, പോസ്റ്റ്മാൻ വന്നായിരുന്നു കോളിമ്പൽ വെച്ചിട്ട്. നമുക്ക് നമ്മുടെ കറിയൊക്കെ നോക്കാം അല്ലേ. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കേണ്ടതല്ലേ. അപ്പം നമുക്ക് നമ്മുടെ മത്തി മാങ്ങയും കൂടി ഇട്ട് വെച്ച് കറി ടേസ്റ്റ് ചെയ്യാം. എനിക്കൊന്നും പറയാനില്ല, സത്യം പറയാം. ഒന്നും ഞാൻ രണ്ടാമത് ചേർത്തിട്ടില്ല. എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഞാൻ എന്തോ അല്ല, എനിക്കതൊക്കെ പറ്റുന്നില്ല. ഞാനങ്ങ് പൊങ്ങിപ്പോന്നു. കറക്റ്റാ കേട്ടോ. ഞാൻ ഇത് വെള്ളത്തിലിടുക. അടുത്ത സ്പൂൺ എടുക്കുന്നു. വറുത്തരച്ച് വെച്ച മീൻകറിയുടെ ടേസ്റ്റ് നമുക്ക് നോക്കാം.
മറ്റേതിന്റെ കേട് വീർന്നു പൊങ്ങി അങ്ങ് ചെന്നത് തിരിച്ച് താഴോട്ട് പോന്നു. എന്താണെന്നറിയാം, ഒരു തരി പോലും ഉപ്പില്ല. നേരത്തെ നമ്മൾ ഉപ്പുപൊടി കുറവല്ലായിരുന്നു, അപ്പൊ കുറച്ചല്ലേ അതിനിട്ട് പിന്നെ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇട്ട് കൊടുത്തില്ല. അപ്പൊ ആ ഗമയെല്ലാം തിരിച്ച് താഴോട്ട് പോന്നു. നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിന്റെ കുറയുള്ളൂ കേട്ടോ. കഴിയട്ടെ. ഇനി നമുക്ക് മീൻ വറുത്തത് മൂത്തോളം നമുക്ക് ആയിട്ടില്ല, അവിടെ ഇരുന്ന് മൂക്കട്ടെ. അപ്പൊ ചേന വെളുത്തോളം ഇതുവരെ നമ്മൾ ഇട്ട് വെച്ചില്ലല്ലോ. അപ്പൊ നമ്മുടെ മാങ്ങായും മത്തിയും കൂടെ ഉള്ളതിനെ നിർത്തിയേക്കാം. എല്ലാം ഓക്കെ, ഒന്നും ചേർക്കണ്ട കേട്ടോ. അതിനും കൂടെ നമ്മുടെ രണ്ടാമത്തെ കറി ഗമയെല്ലാം പോയിട്ട് അതിന് ചേർക്കേണ്ടി വന്നു. സാരമില്ല, നമ്മളല്ലേ നിങ്ങളുടെ മുമ്പിലല്ലേ ചമ്മുന്നത്, സാരമില്ല. അപ്പൊ ഇനി കൈ കഴുകിയില്ലായിരുന്നേ, കൈയും കൂടെ കഴുകി ഒരു പാത്രം കൂടെ കഴുകി എടുത്തോണ്ടൊക്കെ ചേന മെഴുക്കൊക്കെ മാറ്റാൻ. അപ്പൊ നമ്മൾ പാത്രമൊക്കെ എടുത്തോണ്ട് വന്നു. നമ്മുടെ ചേന മെഴുക്കോട്ടെ നമുക്ക് മാറ്റാം. ഞാൻ ഉപ്പൊന്നും നോക്കിയില്ല, അമ്മയല്ലേ വെച്ചത്. കൊച്ചു കള്ളിയാ, എല്ലാം അറിയാമേ, മടിയാ. അപ്പൊ ഇതിനകത്തോട്ട് നീക്കട്ടെ. നല്ല മെഴുക്കോട്ടെ കേട്ടോ, നല്ല ടേസ്റ്റുള്ള ചേനയാ. എവിടുന്നോ പറിച്ചു തന്നു, ചെറിയ ടൈപ്പ് ചേനയായിരുന്നു, അതിനാ ടേസ്റ്റ്. ഈ പാള പോലിരിക്കുന്നതിൽ നല്ല ടേസ്റ്റുള്ള ചേന ഇതാ. നമുക്കിതിനെ കഴുകണം. അപ്പം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ടേസ്റ്റ് ഒക്കെ നോക്കാം. തിന്നപ്പോ ശകലോടെ തിന്നാൻ പോകും. ആരാണ്ടൊക്കെ കമന്റ് ഇട്ടായിരുന്നു മുഴുവൻ തീർത്തോന്നൊക്കെ. എന്തോ ആയിരുന്നു ഒരു ദിവസം ഞാൻ എന്തോ തിന്നു, അവിയല്ലേ, ഇത് അടച്ചു വെക്കട്ടെ. അപ്പൊ എന്നോട് ചോദിച്ചു, അത് മുഴുവൻ തീർത്ത് കാണും. കൊതിച്ചിപ്പാറുവാന്ന് പറഞ്ഞാലും ഒന്നുമില്ല കേട്ടോ, കൊതിച്ചിപ്പാറുവാണേലും ഒന്നുമില്ല അല്ലേ. ഇല്ല, ഇങ്ങനെ വേറെ വേറെ വെറുതെ കിടക്കണം അല്ലേ. നമ്മുടെ പിള്ളേർക്കൊന്നും പിന്നെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യണമൊന്നുമില്ല. അവിടെ ഒന്നും പഠിക്കുന്നുണ്ട്, സെം എക്സാം ഇല്ല. ചിലപ്പം വരും അയാള് നോക്കട്ടമ്മേന്നും പറഞ്ഞു. ഇക്കണക്കിന് വെള്ളം കയറുന്ന ലക്ഷണമുണ്ട് കേട്ടോ. നാളെ 29 അല്ലേ, നാളെ 29, 30 തകർത്ത് മഴ പെയ്യുമെന്ന. കോട്ടയം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട എല്ലായിടത്തും ഉണ്ട്, ഇവിടെ മാത്രമല്ല. പക്ഷെ വെള്ളപ്പൊക്കം വരാത്തവർക്കൊന്നും അറിയുന്നില്ലല്ലോ. എനിക്ക് ഇഷ്ടാ കുറച്ചൊന്നും കിടക്കുന്ന വലയൊക്കെ ഇടാൻ. ഞങ്ങള് മിനിഞ്ഞാന്ന് ചുമ്മാ വല എടുത്തിട്ടായിരുന്നേ, താമസിക്കാൻ ഞാനെന്ന് വെച്ചാൽ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, ഒന്നും കിട്ടിയില്ല. ഞാൻ മൂത്ത മോനും കൂടെ, അവനുള്ളെങ്കിലാണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ രസം. അപ്പൊ വെള്ളം വന്ന 2015 നമുക്ക് ഇതുണ്ടായിരുന്നോ, വീഡിയോ ഇല്ലായിരുന്നു അല്ലേ. വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ 2022 തുടങ്ങി. 2022 ജൂണിലാണ് ഞാൻ വീഡിയോ തുടങ്ങിയത്, എടുക്കാം യൂട്യൂബ് തുടങ്ങിയത്. 23 ജൂണായപ്പോൾ 1 വർഷം, 24 ഈ ജൂൺ ആകുമ്പോൾ, ജൂൺ ആയില്ല, അടുത്ത മാസം ആകുമ്പോൾ 2 വർഷമാവും യൂട്യൂബ് തുടങ്ങിയിട്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, വലിയ കുഴപ്പമില്ലാതൊക്കെ പോന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് ഉദ്ദേശിച്ച് വന്നത് എന്നാന്ന് വെച്ചാൽ, അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതെന്തോ ഒരു മെസ്സേജ് വന്നെന്ന്. ആ മെസ്സേജ് വന്നത് പൈസ വന്ന കേട്ടോ, ബാങ്കിൽ പോണ്ടേ വന്നില്ല, പൈസ വന്നു, ഈ മാസത്തെ വന്നു കേട്ടോ. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ 22-നാണ് നമുക്ക് മെസ്സേജ് വന്നിരുന്നത്, അവര് യൂട്യൂബിൽ നിന്ന് വിട്ടെന്ന്. 22, 23, 25 ശരിക്കും വരുന്നതാണ്. 25, 26, 27, 28 ഇന്ന് 7 ദിവസമായല്ലേ. പാർക്കെല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ വരും കേട്ടോ. അതാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാണ്ട് വലിയ അങ്ങനത്തെ സ്റ്റൈലൊന്നും പറയാമല്ലോ കേട്ടോ, അങ്ങനൊന്നും വിചാരിച്ചേക്കണ്ടായിരുന്നു. അപ്പൊ ഇത് മൂത്തിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചേനമെഴുക്കോട്ടെ തീറ്റയും കഴിഞ്ഞു, കുറച്ച് എല്ലാം മാറ്റി വെച്ചു. ഇനി കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. അപ്പൊ എന്റെ ഉച്ച വരെയുള്ള പണിയും കഴിഞ്ഞ് ചോറൂടും എല്ലാം കഴിഞ്ഞ് എല്ലാം
കഴിഞ്ഞ് ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ പുറത്തെല്ലാം ഇറങ്ങാനേ പറ്റത്തില്ല, നമ്മളിവിടെ ഇരിക്കുമായിരുന്നേ. അപ്പം എനിക്ക് കുറച്ച് 3 പേര് പറഞ്ഞു, 3 പേരല്ല ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറകോട്ട് പോയില്ല, ഇതിനകത്ത് കമന്റ്സ് ഒത്തിരി വരുന്നുണ്ട്, നമുക്ക് പാടല്ലേ, അതുകൊണ്ടാട്ടോ. അല്ലാണ്ട് ആരും ഈ ജയ ഒരു വലിയ ഗമച്ചിയാന്ന് ആരും പറയല്ലേ, ദൈവത്തെ ഓർത്ത് കേട്ടോ. അപ്പം ജയശ്രീ മോഹൻ പറഞ്ഞു, ജയ എനിക്കൊരു ഹായ് പറയുമോന്ന്. എൻ്റെ പൊന്നു ചക്കര മുത്തേ, ജയശ്രീ മോഹനോട് ഞാൻ പറയുവാണ്, എൻ്റെ ചക്കര മുത്തിന് ഹായ് കേട്ടല്ലോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേണുക വീക്കൊരു ഹായ് പറയണം എന്ന് പറഞ്ഞു. രേണുക മുത്ത്, ചക്കര മുത്ത് ഹായ്. രാജീവ് പ്രകാശ് പറഞ്ഞേക്കും നല്ല സുന്ദരി കുട്ടി. ഞാൻ ഇങ്ങനെ എടുത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോ രാജീവ് പ്രകാശ് സുന്ദരി കുട്ടി അല്ലേ, അത് രാജീവ് പ്രകാശിന്റെ ഫോട്ടോ അല്ലേ. അപ്പൊ പറഞ്ഞു ഒരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്ക് അമ്മയെ കൊണ്ട്, അമ്മ ചീഫായിക്കൊണ്ട് ഒരു വെജിറ്റബിൾ കറി എന്തെങ്കിലും. അപ്പൊ ഞാൻ അത് വെച്ചാണ് ഇന്ന് അമ്മയെ പിടിപ്പിച്ച ചേന. അപ്പൊ ഞാൻ ഇന്ന് രക്ഷപ്പെട്ടെന്നും പറയാൻ പറ്റുമല്ല, നമ്മൾ പുറകിൽ നിന്നോണ്ടല്ല പറഞ്ഞു പിടിച്ചു വെച്ച ഒരു ബാധ്യത, പക്ഷെ നല്ലതായിട്ട് പറഞ്ഞമ്മ കേട്ടോ. അതാണ് ചിലവർ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലല്ലോ. അമ്മയ്ക്ക് പക്ഷെ നന്നായിട്ട് കറി വെക്കാനും എല്ലാ സംഭവം അമ്മയ്ക്ക് അറിയാം കേട്ടോ. പിന്നെ മറവിയൊക്കെ പ്രായത്തിൻ്റെതായ ഓരോ കാര്യങ്ങൾ നമുക്കും ഇല്ലേ, നമ്മളൊക്കെ ഇപ്പോഴേ തൊട്ട് മറക്കാനൊക്കെ തുടങ്ങി. അപ്പം ഇനിയും പറഞ്ഞവർക്കൊക്കെ ഹായ് പറയാൻ പറഞ്ഞവർക്കൊക്കെ എല്ലാവരും ആർക്കും കണ്ണു കിട്ടാതിരിക്കട്ടെ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ബ്ലോഗേഴ്സിനും ആർക്കും കണ്ണു കിട്ടാതെ ദൈവം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. എല്ലാവർക്കും ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാം. മൊത്തമായിട്ട് ഞാൻ ദേവിയുടെ അടുത്തൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിച്ചോളാം, കാരണം ഓരോരുത്തരുടെ പേര് നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഇന്നലെ രസമായിരുന്നേ, നമ്മുടെ ഇതിനകത്ത് മെസ്സേജ് വന്ന് നമ്മുടെ അഷ്ടാദ് പറഞ്ഞു, അഷ്ടാദിന്റെ എന്ത് രസമാണ് ദൈവമേ, ഓരോ വീഡിയോ കാണാൻ ഓരോന്നുണ്ടാക്കുന്നത്. ദൈവമേ ഞാനൊന്നും ചെന്ന് പറയുന്നതല്ല. പിന്നെ ഓരോരുത്തർ അറിയില്ലേ കണ്ണ് കിട്ടുമോ, കണ്ണൊന്നും കിട്ടത്തില്ല. എനിക്ക് കണ്ണിനകത്ത് സത്യം പറയാം ഒരു വിശ്വാസമില്ല കേട്ടോ. എനിക്ക് ഉള്ളതുപോലെ പറയണം, അല്ലാണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞാലും എനിക്ക് മുടി വളർന്നെന്ന് പറഞ്ഞാലും വളർന്നില്ലെന്ന് പറഞ്ഞാലും വെളുത്തെന്ന് പറഞ്ഞാലും എല്ലാം സന്തോഷമുള്ളൂ. കണ്ണെന്ന് പറയുന്ന ഒരു സ്ഥാനം എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ, ആരും അങ്ങനെയൊന്നും വിചാരിക്കണ്ട. പിന്നെ അഷ്ടാദ് പറഞ്ഞ് ഞാനാണ് ആദ്യം, അല്ല പ്രീതിക്കുട്ടി പറഞ്ഞു ഞാനാണ് ആദ്യം ലൈക്കും കമന്റും ഒക്കെ ഇട്ടത്. അപ്പൊ ആദ്യം എന്ന് വെച്ചാൽ അവർക്ക് ഞാൻ പിൻ ചെയ്തേ ലൈക്ക്, ഞാൻ ആദ്യം ഇട്ടെന്ന് വെച്ചാൽ ഞാൻ അറിയുന്നില്ല, പെട്ടെന്ന് ഞാൻ നോക്കും, ആ പറയുന്നവർക്കിട്ട് പിൻ ചെയ്യുക. അങ്ങനെയാണ് പിൻ ചെയ്യുന്നത്. ചിലവരെന്നോട് പിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അങ്ങനെ പിൻ ചെയ്യാൻ അറിയാൻ മേലാത്തവര് ഞാനിത് ചോദിച്ച ഓരോരുത്തരോടും മനസ്സിലാക്കിയതാണ്, എനിക്കെല്ലാം അറിഞ്ഞുകൊണ്ടല്ലായിരുന്നു ഞാൻ കേട്ടോ. ഇത് നമ്മുടെ ആരാണോ കമന്റ് ഇട്ടേക്കുന്നത് ആ സൈഡിലെ 3 വലത്തുവശത്തുള്ള 3 കുത്തുണ്ടല്ലോ, അതേ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മേളിൽ പിന്നെ 2-3 എണ്ണം വരും. അതൊന്നും നമ്മൾ നോക്കണ്ട, പിൻ മാത്രം ക്ലിക്ക് ചെയ്യാം. അപ്പൊ ആ പറഞ്ഞവരുടെ കമന്റ് ഫസ്റ്റ് വന്ന് കിടക്കും കേട്ടോ. അപ്പൊ അതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ. ആരാണ്ട് ചോദിച്ചിട്ട് ഇതെന്താ ഇങ്ങനെ പറയുന്നത്, ആരാണ്ടൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അന്ന് ആരും മൈൻഡ് ചെയ്യണ്ട. ഇതൊക്കെ ഒരു സന്തോഷം, എനിക്കും ഫസ്റ്റ് അങ്ങനെ പറയുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ അങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ പ്രീതിക്കുട്ടി പറഞ്ഞു ഞാനാണ് ആദ്യം, ചുമ്മാ പറഞ്ഞു തമാശ, നമ്മുടെ പ്രീതിക്കുട്ടി പറഞ്ഞു ഞാൻ ആദ്യമായിട്ട്. അപ്പൊ അഷ്ടാദ് അത് നമ്മുടെ കുട്ടി, ആരും വഴക്കിടുന്ന സ്വഭാവക്കാരല്ലല്ലോ. നമുക്ക് നമ്മുടെ കുടുംബത്തെ ഉള്ള ആൾക്കാരെ എല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, കമന്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അഷ്ടാദ് പറഞ്ഞു പ്രീതി ചേച്ചി ഞാൻ എന്തോ അറിയാതെ എന്തോ പറഞ്ഞത് പാവം, ഞാനൊന്നും ആയിക്കോട്ടെ എന്തോ പറഞ്ഞു. പ്രീതി ചുമ്മാ പറഞ്ഞത്, ആ 2 പേരും ചുമ്മാ അങ്ങോട്ട് രസമായിരുന്നു. അതിൻ്റെ ഇടയിൽ ടീച്ചർ ജയ കയറി വന്നു. ആരാ ഇതിനകത്ത് കിടന്ന് കലപില കൂടുന്നത് എന്ന് കമന്റ് ചോദിച്ചു. അപ്പൊ ലാസ്റ്റ് ആൾക്കാർ എല്ലാരും പറഞ്ഞു, എന്തോ കുറെ കമന്റ് ഉണ്ട്, ഞാൻ എല്ലാവരും വായിക്കുമായിരുന്നേ. രസം ഉണ്ടായിരുന്നു, ഒരു പരീക്ഷ എഴുതിയ പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ചെയ്യുന്നവർക്ക് ഫസ്റ്റ് റാങ്കാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒത്തിരി രസകരമായ കാര്യം ഇന്നലത്തെ വീഡിയോയില് മെസ്സേജിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു തമാശ ഇടും കേട്ടോ, ഞാനും അതിനകത്തോട്ട് വരാം. തമാശയൊക്കെ നമ്മൾ വാട്സപ്പിൽ കയറി മെസ്സേജ് ഒക്കെ എടുക്കില്ലേ, അതുപോലെ നമ്മുടെ നല്ല കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നമുക്കിടയ്ക്ക് തമാശയൊക്കെ ഇടണം കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷം, ഞാനും കാണുമ്പോഴെല്ലാം തമാശ ഇട്ടോളാം കേട്ടോ. അപ്പം ശരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്താൻ സമയമായില്ലേ. ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായി. നമ്മുടെ പുതിയ ടിപ്സൊക്കെ ആയിട്ട് നാളെ ഞാൻ വരാം കേട്ടോ. ഇന്ന് ഭയങ്കര മഴയാണ്, എൻ്റെ മുഖത്തൊക്കെ വേദനയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇടാത്തത്. പിന്നെ നമ്മൾ പുറത്തിരുന്നോണ്ട് ഇവിടെ നിന്ന് ചെയ്യാൻ നല്ലതാ അല്ലേ, പക്ഷെ എല്ലാം ഇവിടെ ഒക്കെ ആവുമല്ലോ, നമുക്ക് തന്നെയല്ലേ പാടല്ലേ. അതുകൊണ്ട് പിന്നെ ഈ ഷീറ്റ് എവിടുന്ന് വാങ്ങിച്ചാ ചേച്ചി എന്ന് എന്നോട് ചോദിച്ചിരുന്നു. ഇതിങ്ങനെ വെച്ചിരുന്നു, ഇവിടെ ആരും കിടക്കുന്നില്ലെന്നേ. അപ്പം ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിച്ചാ കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിച്ചാണ്. ഒത്തിരി
ഷീറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിച്ചു. പിന്നെ കുറെ ഷീറ്റ് ചേട്ടൻ സൗദിയിലായിരുന്നപ്പോൾ ഇങ്ങോട്ട് എനിക്ക് കൊറിയർ അയക്കുമായിരുന്നു. അങ്ങനെയുള്ളതുകൊണ്ട് ഇത് ഫ്ലിപ്കാർട്ടിലാണ് കേട്ടോ. ഇത് ചേട്ടൻ കൊണ്ടൊന്നുമല്ല. ചില ഫ്ലിപ്കാർട്ടുകാരുടെ ഷീറ്റ് ഉണ്ടല്ലോ, ഒരുമാതിരി അവർ റേറ്റ് കുറയ്ക്കുന്ന ചിലതിനുണ്ടല്ലോ പെട്ടെന്ന് നനച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഇതാവുന്നുണ്ട് കേട്ടോ. അപ്പം നോക്കി പറയാൻ പറ്റത്തില്ല, ഒത്തു അല്ലേ. എനിക്ക് പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ഷീറ്റിന് അനുഭവം വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. നല്ല ഷീറ്റാണ്, ബെഡ്ഷീറ്റ് ആട്ടോ. നമുക്ക് നല്ലൊരു കളറല്ലേ അല്ലേ. അന്നേരം നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായില്ലേ. ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണ്ടേ എല്ലാവരും തന്നെ. അന്നെങ്കിലല്ലേ നമുക്ക് വീണ്ടും ഒക്കെ വീഡിയോ ഇട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റുള്ളൂ എല്ലാവരും. എനിക്കാണെങ്കിലും ഒരു സന്തോഷമായിട്ടുള്ള എനിക്ക് വ്യൂസ് കിട്ടണം, അന്നെങ്കിലേ എനിക്ക് വീഡിയോ മുമ്പോട്ടൊക്കെ പോകാനൊക്കെ പറ്റത്തുള്ളല്ലോ. എല്ലാവർക്കും അറിയാലോ അതല്ലേ. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് എൻ്റെ എല്ലാ കാര്യവും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിരിക്കും കേട്ടോ. അപ്പം ആരൊക്കെയോ എന്നെ ജയ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവര് തമാശ പറഞ്ഞേക്കുന്നതാണെന്നറിയില്ല. ഞാൻ തമാശക്കൂടാണ് ജയ ടീച്ചർ പറയട്ടെ എന്നൊക്കെ പറയുന്നത്. ഒരു രസകരമായ ചുമ്മാ ഇരുത്തി പറയുന്നത്. ഞാൻ ടീച്ചർ അല്ല കേട്ടോ. അപ്പം എന്നെ അങ്ങനെ ജയ ടീച്ചർ എന്ന് പറഞ്ഞേനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഓർക്കുമായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ ടീച്ചർ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ടീച്ചർ ആണെന്നോ അതാണോ. ടീച്ചർ അല്ല കേട്ടോ. നമ്മുടെ ടീച്ചർമാരൊക്കെ ഇതിനകത്തുണ്ട്. സരസ്വതി സരയു ഒക്കെ ഉണ്ട്, ഒത്തിരി ടീച്ചർമാർ. പാവ ശ്രീദേവി പിള്ള ചേച്ചി പാവ. എൻ്റെ ദൈവം എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല കമന്റ്. ഞാൻ പറഞ്ഞ എല്ലാവരുടെയും വീഡിയോ പോയി കാണുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് കാണണം. ഭാഗ്യമുണ്ടായിട്ടല്ലേ ഇപ്പൊ എന്റെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന മത്തി കെട്ടിക്കൊണ്ടിരുന്ന ഞാൻ മേളിൽ ആകാശത്ത് തന്നെ കൊണ്ട് നമ്മുടെ ആ കാറ്റ് കൊണ്ടുപോയിരുന്നെങ്കിൽ അങ്ങ് ദൂരെ നിങ്ങളിങ്ങനെ നോക്കുമ്പം ഒരു കാർത്തിക നാളായതുകൊണ്ട് ഒരു കാർത്തിക നക്ഷത്രമായിട്ട് ഞാനിങ്ങനെ ദൂരെ മാറി നിങ്ങളെ എന്നാലും ഞാൻ അവിടെ ഇരുന്ന് നിങ്ങളെ നോക്കും. ആരൊക്കെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ളത് ഞാൻ അവിടെ തീർച്ചയായിട്ടും നോക്കാം. അപ്പൊ പുതിയ വീഡിയോ വേണ്ടി നാളെ തന്നെ കാണാം. ടാറ്റാ.